നമസ്കാരം. പല ഭക്തജനങ്ങൾക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ്, അല്ലെങ്കിൽ ചില സംശയം മാത്രമല്ല ചിലർക്കുള്ള തെറ്റിദ്ധാരണയാണ്, ഒരു ദിവസം ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ദർശനം നടത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ തന്നെ ഒരു പ്രാവശ്യം തൊഴുത് പുറത്തിറങ്ങിയാൽ വീണ്ടും അകത്തേക്ക് കയറാൻ പാടില്ല. അങ്ങനെ പല സംശയങ്ങളും പല ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത്. ഒരു ദിവസം ഒരു ക്ഷേത്രത്തിൽ മാത്രമേ പോകാൻ പാടൂ എന്ന് യാതൊരു നിയമങ്ങളും ഇല്ല. അതുപോലെ തന്നെ ഒരു ദിവസം ഇത്ര ക്ഷേത്രത്തിലേ പോകാൻ പാടുള്ളൂ, ഒരു നമ്പർ ഇത്ര എണ്ണം ക്ഷേത്രങ്ങളിലേ പോകാൻ പാടൂ എന്നതിന് നിയമമില്ല. ഒരു ദിവസം നമുക്ക് എത്ര ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും പോവാം. ഇപ്പോൾ നമ്മൾ ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം തന്നെ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുതാൽ ആ ഫലം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ മമ്മിയൂർ ക്ഷേത്രത്തിൽ കൂടി തൊഴണമെന്നാണ് നിയമം. അപ്പോൾ ഗുരുവായൂരിൽ തൊഴുതാൻ മമ്മിയൂർക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭഗവതിയുടെ അവിടെ തൊഴുത് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് അവിടെ നിന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് നിയമമുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും നമ്മൾ ആ ഗുരുവായൂർ തൊഴുത ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ മമ്മിയൂർ പൂ തന്നെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അതുപോലെ തന്നെ ഇപ്പോൾ 4 അമ്പല ദർശനം, ഒരു ദിവസം തന്നെ 4 അമ്പലങ്ങളും തൊഴുത് വരിക. ശിവാലയ ഓട്ടം, ശിവരാത്രി ദിവസം ശിവാലയങ്ങളിൽ ഓടി എല്ലാ സ്ഥലത്തും ദർശനം നൽകി ചെയ്തു വരിക. അങ്ങനെ പല ക്ഷേത്രങ്ങളിലും, ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇതേപോലെ നടപ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു ക്ഷേത്രത്തിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് യാതൊരു നിയമവുമില്ല. ഒരു ദിവസം നമുക്ക് എത്ര ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോകാം. പിന്നെ മറ്റൊരു സംശയം പലർക്കും ഉള്ളത്, ഒരു ക്ഷേത്രത്തിൽ തൊഴുതു, നമസ്കരിച്ചു, പ്രസാദമൊക്കെ വാങ്ങി, ആ പ്രസാദം കുറിയിട്ടുകൊണ്ട് മറ്റൊരു ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, അത് അശുദ്ധിയാവുന്നതാണ്. അങ്ങനെ ഒരു ധാരണയില്ല. പ്രസാദം ഒരിക്കലും അശുദ്ധി ഉണ്ടാക്കുന്ന സാധനമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രസാദം സ്വീകരിച്ചാൽ അടുത്ത ക്ഷേത്രത്തിലും പോവാം, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ആ ക്ഷേത്രത്തിൽ പോയി തൊഴാം, അവിടുന്ന് പ്രസാദം വാങ്ങി ഇതിൻ്റെ മുകളിൽ തന്നെ കുറിയിടാം. അതുകൊണ്ടൊന്നും യാതൊരു ദോഷവുമില്ല. ഇതിനൊന്നും എവിടെ നിയമങ്ങളില്ല, അങ്ങനെ പാടില്ല എന്നുള്ള നിയമങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുരുവായൂർ തൊഴുത് മമ്മിയൂർ പോകാൻ പാടില്ലല്ലോ. വൈക്കം തൊഴുത് കഴിഞ്ഞാൽ ഉദയനാപുരത്ത് കൂടി തൊഴണം. ഒരു പ്രധാന വൈക്കം ഉദയനാപുരം തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിൽ പോയി 3, 4, 5 ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊഴുത് നമുക്ക് എത്ര ക്ഷേത്രത്തിൽ വേണമെങ്കിലും ഒരു ദിവസം നമുക്ക് പോകാവുന്നതാണ്. പിന്നെ രണ്ടാമത് മറ്റൊരു സംശയം പലർക്കും, ഒരു ക്ഷേത്രത്തിൽ തൊഴുതു, പ്രസാദം വാങ്ങി, പുറത്തിറങ്ങി, വീണ്ടും ആ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നൊരു തെറ്റായ ധാരണ ഉണ്ട്. അതൊരു തെറ്റായ ധാരണ തന്നെയാണ്. ഒരു ക്ഷേത്രത്തിൽ തൊഴുത് പ്രസാദം വാങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് തൊഴാം. അതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിയമങ്ങളും ഇല്ല. ഇത് പറയാൻ കാരണം, ഈ ചെറുകിട അമ്പലങ്ങളിലാണ് പലർക്കും ഇങ്ങനെ തെറ്റിദ്ധാരണ. അപ്പോൾ ഞാനൊരു ഒരു ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഗുരുവായൂർ തൊഴുതു, ഗുരുവായൂരപ്പനെ തൊഴുതു, പ്രദക്ഷിണം വെച്ചു, വടക്ക് ഭാഗത്ത് കൂടെ പുറത്തിറങ്ങി, കൊടിമരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു തിരക്കുമില്ല. കാവൽക്കാരൻ പറയുകയാണ് തിരക്കില്ല, വീണ്ടും അകത്ത് കയറിക്കോളൂ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അകത്ത് കയറി തൊഴില്ലേ? തൊഴും, അകത്ത് കയറി തൊഴുതും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രദക്ഷിണം വെച്ച് പുറത്ത് വന്നു, കൊടിമരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കാവൽക്കാരൻ പറയുകയാണ് ഒരു തിരക്കില്ല, വേണേൽ ഒന്നും കൂടി കയറിക്കോളൂ പറഞ്ഞാൽ വീണ്ടും നമ്മൾ കയറും. അപ്പോൾ 4, 5 തവണ കയറാൻ ഗുരുവായൂരപ്പനെ തൊഴാൻ അവസരം കിട്ടിയാൽ നമ്മളിപ്പോൾ ഈ നിയമങ്ങളൊന്നും ആരും നോക്കില്ല. മീൻസ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിയമമല്ല, തെറ്റായ ധാരണയാണ്. നമ്മൾ കയറി തൊഴും. അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയെ തൊഴുതു, ശബരിമലയിൽ പോയി, അല്ലെങ്കിൽ മൂകാംബികയെ തൊഴുതു, മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴുതു, പുറത്തിറങ്ങി, ഒരു തിരക്കുമില്ല, ക്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കയറി തൊഴും. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തിറങ്ങി വീണ്ടും ആ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ പാടില്ല എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒരു ധാരണയില്ല. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ എത്ര തവണ വേണമെങ്കിലും അകത്ത് കയറി നമുക്ക് തൊഴാവുന്നതാണ്. ഇതൊക്കെ ഒരു അടിസ്ഥാനമില്ലാത്ത പല ആൾക്കാർ ഉണ്ടാക്കി വിടുന്ന ചില കഥകളാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ പോകുമ്പോൾ ശുദ്ധിയോടുകൂടി പോവുക. നമുക്കിപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുതു പുറത്തിറങ്ങി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ പരമാവധി നമ്മൾ വൃത്തിയോടും ശുദ്ധിയോടും മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി പോവുക എന്നുള്ള കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യത്തിലുള്ള സംശയങ്ങൾ, അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ പ്രസാദം വാങ്ങിയിട്ട് നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടില്ല, അങ്ങനെ നിയമമുണ്ട്. ആ ക്ഷേത്രത്തിലെ പ്രസാദങ്ങൾ നമ്മൾ ബാഗിൽ വെച്ചിട്ട് അതുകൊണ്ട് വേറൊരു ക്ഷേത്രത്തിനുള്ളിൽ പോയി തൊഴുതുകൊണ്ടൊന്നും യാതൊരു ദോഷവും നമുക്ക് സംഭവിക്കാനില്ല. അത് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ആ ക്ഷേത്രത്തിൽ പ്രസാദമുണ്ട്. ഇതൊന്നും ഒരു അശുദ്ധി ഉണ്ടാക്കുന്ന കാര്യമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരം.